ഏതായാലും മണിക്കുട്ടി ഒന്ന് വിളിച്ചൊന്ന് നോക്കാം. എടുക്കുന്നുമില്ല. സ്കൂട്ടർ കാണുന്നില്ല. അളിയൻ ജോലിക്ക് പോയി കാണും. ഭാഗ്യം. ഇനിയാ പിങ്കി എങ്ങാണ് ഈ കാര്യങ്ങള് പെങ്ങടുത്ത് പറഞ്ഞു കാണുമോ? അളിയനുമൊക്കെ അറിഞ്ഞ് കാണുമോ? കാണത്തില്ല. അങ്ങനെയാണെ അച്ഛൻ എന്നെ വിളിക്കണ്ടാണല്ലോ. അത് നടന്ന് കാണത്തില്ല. കഥ കിടന്നു കിടക്കുന്നല്ലോ. അത് അപ്പുറത്തെങ്ങാനും ഉണ്ടല്ലോ. അതോട് കയറാൻ തോന്നില്ല. അതെ, നമുക്ക് തണുത്ത ജ്യൂസ് കുടിച്ചാലോ? നീ ഉണ്ടാക്കുമോ? ഞാനാ കൈ വരെയല്ലോ. കൈ വയ്യാത്ത കുട്ടിയല്ലേ. അയ്യോ ശരിയാണ്, അമ്മ ഇടയ്ക്കിടയ്ക്ക് മറന്നു ഓടിക്കും. ചേട്ടാ ഞാന് പിന്നെ കുറച്ചു നേരമായി ഈ ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാഞ്ഞ്? അയ്യോ അത് ഫോൺ അവിടെ എവിടെയോ ആയിരുന്നു. അല്ല, നിന്നെ ഞാൻ ഫോൺ വിളിച്ചായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങാൻ നേരം. അതെന്താ നീ എടുക്കാഞ്ഞ്? അല്ല, ഞാൻ തിരിച്ചു വിളിച്ചപ്പോ മാമനെ കിട്ടിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാന് ഇതിലെ അകത്തോട്ട് കയറി വന്നപ്പോഴേ ഫ്രണ്ട് ഡോറിലാണ് അടഞ്ഞു കിടന്നത്. ഞാനാ പേടിച്ചു പോയി പെങ്ങളെ. അയ്യോ ചേട്ടൻ പേടിച്ചു പോയല്ലേ. ഞാൻ തുണി എടുക്കാനൊക്കെ അവിടെ പുറത്തു പോയി നിൽക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നങ്ങനെ ഇരുന്ന് പോയി. കാറ്റ് കിട്ടുമല്ലോ. അത് തന്നെ, ചൂട് കേട്ടോ അകത്തൊക്കെ ഭയങ്കര. മറ്റേ അവളെവിടെ പിങ്കി? അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവൾ ഇപ്പൊ കാത്തൂന്റെ വീട്ടിലായിട്ട് പോയെന്ന് തോന്നുന്നു. ഭാഗ്യം. എന്ത് ഭാഗ്യം? അല്ല, പിന്നെ അവളുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരുന്ന കണ്ടു കഴിഞ്ഞാൽ അവള് ചാടി വരും. പിന്നെ അവള് വല്ലതും പറഞ്ഞു. പിങ്കി പിങ്കി എന്താ പറയാ? ഒന്നും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. ഞാൻ ചായ എടുത്തോണ്ട് ചായ എടുത്തു. എടുക്കട്ടാ? ജ്യൂസ് വേണോ? ചായ എടുത്തു. ചായ എടുത്തു. ഉറപ്പിച്ചാ? വല്ലതും വേണോ? വേണ്ട വേണ്ട വേണ്ട, ചായ എടു. മാമോ, എന്തായി മറ്റേ കാര്യം? എന്താ കാര്യം? ഞാൻ അറിഞ്ഞു. നീ എന്താ അറിഞ്ഞു? എന്നാലും എന്നോട് ഒരു വാക്ക് പറയായിരുന്നു. പിങ്കി എല്ലാം എന്റെ അടുത്ത് പറഞ്ഞു. അവളെന്താ പറഞ്ഞു? അവള് പറഞ്ഞ എന്ത്, മാമ ദൂരെ അങ്ങോട്ട് കളരി തുടങ്ങാൻ പോണു. എന്തോന്നു? കളരി ക്ലാസ് തുടങ്ങാൻ പോണെന്നല്ലേ അവൾ എന്റെ അടുത്ത് പറഞ്ഞേ. എന്നിട്ട് മാമ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ അത്. കളരി മാമൻ ദൂരെ തുടങ്ങാൻ പോവാ. തെക്കൻ കളരി. ക്ലാസ്സൊക്കെ തുടങ്ങണേക്കെ കൊള്ളാം. ചെലവ് വേണം. എങ്ങനെ ചെലവ് വേണോന്ന്? ചെലവ് ചെയ്യാം നിനക്ക്. നിനക്ക് ഞാൻ ചെലവ് ചെയ്യാം. ചെലവ് വേണം. ചെലവില്ലാത്ത ഒരു കളി ഇല്ല. എടി മോളെ, മാമന്റെ ബാഗ് അകത്ത് കൊണ്ടുവെക്ക്. മാമനിപ്പോ വരുന്നു. ഭയങ്കര വരുന്നുണ്ട്. മാമൻ ഇച്ചിരി നേരം കാറ്റുണ്ട്. ശരി. ഹലോ. എടി അതെ, ഞാൻ പെങ്ങടെ വീട്ടിൽ വന്നു. പെങ്ങടെ വീട്ടിൽ വന്ന്. ഇവിടെ ആരും ഭാഗ്യത്തിന് വലുതായിട്ട് അറിഞ്ഞിട്ടില്ല. അവള് മാത്രം, പിങ്കി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി ആരും വലുതായിട്ട് അറിഞ്ഞിട്ടില്ല.
എടി ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഇങ്ങോട്ട് വിളിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങോട്ട് വിളിക്കണ്ട. സൗകര്യം കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. സൗകര്യം കിട്ടുമ്പം ഞാൻ അങ്ങോട്ട് വിളിക്കാം. പറയാട്ടല്ലോ. വെക്ക് വെക്ക് വെക്ക്. ഞാൻ വെക്കുക. ഹലോ മാക്കു മാക്കു എപ്പോ വന്നു മാമ? ഞാൻ കുറച്ചു നേരം ആടി. എന്റെ മാമ LKG പഠിക്കുന്ന പിള്ളേർക്ക് മാമനെക്കാട്ടും വിവരം ഉണ്ടല്ലോ മാമ. അന്തടി കാര്യം. മാമ എന്ത് പരിപാടി കാണിച്ച? ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് മുങ്ങാന്ന് പറഞ്ഞ എടി അപ്പോഴത്തെ സാഹചര്യത്തില്ലേ, അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. ഞാൻ രാമങ്ങളും കൂടെ അത് മറയ്ക്കാൻ പറ്റിയ പാട്. അല്ല അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയല്ലോ. എന്റെ പൊന്നുമോള് ഇവിടെ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? പിന്നെ പറഞ്ഞോ? പറഞ്ഞില്ല. ആ എങ്ങനെ പറയും? അവരെന്നെ തല്ലിക്കൊല്ലും ആദ്യം. ആ എന്റെ മാമ ഈ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് ഇത്രയും ടെൻഷൻ തരല്ലേ മാമ? എടി, കുഞ്ഞു പ്രായം. നിനക്ക് എന്നെക്കാട്ടി പ്രായമുണ്ട്. ഓ സ്വഭാവം അനുസരിച്ച്. ശ്രീകുട്ടേച്ചി എവിടെ എന്നിട്ട്? ശ്രീകുട്ടി ആ അവളെ ഞാനൊരു കുഴി ഒഴിച്ച് അതിനകത്തിട്ടേക്ക. നല്ല തമാശ. കാര്യം പറഞ്ഞോട്ട്. അല്ല, ഒരു അനുകൂലമായ സാഹചര്യം വരുമ്പം കൊണ്ടുവരും. എന്നാ പോന്നു. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.